നമസ്തേ. നമസ്തേ. എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ നൈസി, എന്റെ കൂടെ അലീഷ, എന്റെ കസിൻ അലീഷ. ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം ഞങ്ങളുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിനെ കുറിച്ച് ഒത്തിരി പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഏപ്രിൽ 2 ഞങ്ങള് യാത്ര പുറപ്പെട്ടു. ഏപ്രിൽ 3 ഞങ്ങള് കാഠ്മണ്ഡുവിലെത്തി. അപ്പോൾ അലീഷ, എന്തായിരുന്നു ഈ ഒരു ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് ചെയ്യാനുള്ള നിന്റെ ആ ഒരു താല്പര്യം? ഓക്കെ, സോ ഞാനൊരു 2.5 വർഷം മുമ്പ് ഞാൻ ജോലിക്ക് പോകുന്ന വഴിക്ക് എപ്പോഴും പോഡ്കാസ്റ്റ് കേൾക്കുമായിരുന്നു. അപ്പം സഫാരി ചാനൽ TV എല്ലാവർക്കും അറിയായിരിക്കും, മലയാളത്തിലുള്ള. അപ്പൊ അവരുടെ യൂട്യൂബ് ചാനലില് ഷെയ്ഖ് ഹസൻ എന്ന് പറയുന്ന ഒരാളുടെ എവറസ്റ്റ് പോയതിന്റെ ഫുൾ സ്റ്റോറി ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ഞാൻ ഫുൾ കേട്ടായിരുന്നു, മൗണ്ട് എവറസ്റ്റിനെ കുറിച്ച്. സോ പുള്ളിയുടെ ആ സാഹസിക അതിന്റെ സ്റ്റോറി ഫുൾ കേട്ടപ്പോ ഐ വാസ് സോ ഇൻസ്പയർഡ്. അപ്പൊ തൊട്ട് എനിക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ, പക്ഷെ അതൊന്നും പറഞ്ഞില്ല. എവറി ഇയർ അത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും ആക്ച്വലി ഐ യൂസ് ടു ഗോ ഫോർ ഹൈക്കിംഗ്, കൊളറാഡോ, അരിസോണ, അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ, മൊണ്ടാന. അപ്പം ദിസ് വാസ് ഇൻ മൈ ഇന്നർ മൈൻഡ്. ഐ നെവർ ടോൾഡ് ദിസ് ടു എനിവൺ. സോ ബട്ട് ഷെയ്ഖ് ഹസനിൽ നിന്നാണ് ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. ചേച്ചിയോട് ഞാൻ ചോദിക്കട്ടെ, ചേച്ചിക്ക് എങ്ങനെയാണ് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ വന്നത്, ഈ പോകുന്നതിന്, ഈ എവറസ്റ്റ് പോകാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ? എനിക്ക് കൊച്ചു തൊട്ട് ഹൈക്കിംഗ് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം മൗണ്ട് എവറസ്റ്റ് ഇങ്ങനെ കയറണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിരുന്നു. ബട്ട് ഐ നെവർ ഗിവ് മോർ തോട്ട്സ് അബൌട്ട് ഇറ്റ്. ഇപ്പോഴല്ല, ചിലപ്പോ അതിന്റെ സമയമാകുമ്പോൾ നമുക്ക് പോകാം, when the right time comes എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് മെസ്സേജ് വന്നു അലീഷയുടെ, ചേച്ചി ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ചേച്ചിക്ക് കൂടാൻ താല്പര്യമുണ്ടായിരുന്നു. വാവ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇത് വരുമെന്ന് വിചാരിച്ചില്ല. എന്ന് വെച്ചാൽ ഞാൻ എന്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്തു, സൈക്കോളജിക്കൽ കൗൺസിലർ ആയിട്ട് എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരു സമയമായിരുന്നു. അപ്പൊ ആക്ച്വലി ടൈമിംഗ് വൈസ് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ടൈം അറ്റ് ഓൾ. പക്ഷേ ഇത് അലീഷ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തത് വെച്ചാൽ ഞങ്ങൾ സെക്കൻഡ് കസിൻസ് ആണ്, ഞങ്ങൾ അത്രയ്ക്കും റെഗുലർ കോൺടാക്റ്റിലൊന്നും അല്ല ഞങ്ങൾ നിൽക്കുന്നത്. So I was like, how come that she asks me now to do this trip? അപ്പൊ ഞാൻ ഓർത്തൊക്കെ ചിലപ്പോൾ അതൊരു നിമിത്തമായിരിക്കാം. So I was like, ഞാൻ നോ പറഞ്ഞില്ല. I was like, yes, I'm really interested. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഇതിലോട്ട്, ആ ഒരു ചിന്തയിലോട്ട് തന്നെ വരുന്നത്. ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്, അതായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നെ അലീഷ കൂടുതൽ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി അല്ലെ? ഞാനിങ്ങനെ കുറെ ഓൾറെഡി റിസർച്ച് ചെയ്തിങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ തൊട്ട് പിന്നെ കമ്പനികളെ കുറിച്ച് നമ്മൾ എങ്ങനെ പോകാം എന്നുള്ള ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ട്രാവൽ ഏജൻസീസ് അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്റേഴ്സ്, അതിനെ കുറിച്ച് നല്ലൊരു ഗവേഷണം തന്നെ അലീഷ നടത്തി. ഒത്തിരി ഇത് പോയവരുമായിട്ട് സംസാരിച്ചു. രണ്ടുപേരായിട്ട് ഓൾറെഡി അറിയാവുന്നവരായിട്ട് സംസാരിക്കാൻ പറ്റിയായിരുന്നു. അപ്പം അവരായിട്ടും സംസാരിച്ച് നല്ലൊരു ഐഡിയ. ആക്ച്വലി 2 അല്ല 3 പേരായിട്ട്. അത് ഒരാൾ അന്നപൂർണയിലും പോയി, ബാക്കി 2 പേര് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി. അപ്പൊ അവരിൽ നിന്നും കുറെ നമ്മൾ ഇൻഫോർമേഷൻസ് കിട്ടിയായിരുന്നു. പിന്നെ നമ്മള് കമ്പനി വൈസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 30-35 കമ്പനീസ് നമ്മള് നോക്കി വെച്ചായിരുന്നു, ഏത് കമ്പനികളും. ഏറ്റവും അവസാനം നമ്മളൊരു കമ്പനി വഴി പോയി കുറെ പിക്കപ്പ് ചെയ്ത്. എന്നാലും ഞങ്ങൾക്ക് കുറച്ച് സമയം എടുത്തു ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ. ലെറ്റ്സ് ഡു ദിസ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, വേണോ വേണ്ട, വി ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്. ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിക്കും തോറും നമ്മൾ ഇതിനെ കുറിച്ച് വായിക്കുമ്പോൾ ഓരോ യൂട്യൂബ് വീഡിയോസും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ചോദിക്കും വേണോ. അതുമല്ല, നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുമ്പോഴും അതായത് പലരും നമ്മളിൽ നിന്ന് പിന്മാറ്റാനാണ് നോക്കുന്നത്. Are you aware of what you are going to confront? എന്തൊക്കെയാണ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി, ചുമ്മാതെ ഒരു കുന്നു കയറുന്ന പോലെ അല്ല എന്നൊക്കെയുള്ള പല രീതിയിലും ആൾക്കാർ പിന്തിരിപ്പിക്കാനാണ് നമ്മളെ നോക്കിയത് അല്ലെ? ഓക്കെ, ഞാൻ പിന്നെ തുടക്കം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു ട്രിപ്പ് നടന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മള്
ഒരു കമ്പനി സെലക്ട് ചെയ്തു. അവരുമായിട്ട് പിന്നെ നമ്മളൊരു ഫോൺ കോൾ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഓസ്ട്രിയ യൂറോപ്പിലാണ് ജീവിക്കുന്നത്, ഇവള് US ആണ്. അപ്പം നാടും US-ഉം ഓസ്ട്രിയയും കൂടെ ഉള്ള ഒരു സമയം മൂന്ന് കൺട്രി ഡിഫറെന്റ് ടൈം സോൺ കണ്ടുപിടിക്കാനും അത്ര ഈസി അല്ലായിരുന്നു. എന്നാണെങ്കിലും പക്ഷെ ഫൈനലി നമ്മൾ അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആദ്യം ഒരു കമ്പനിയായിട്ട് സംസാരിച്ചു, പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ബിക്കോസ് വി ഫൗണ്ട് അൻ അതർ കമ്പനി കൂടുതൽ വർത്തമാനം പറയുമ്പോഴൊക്കെ വേഗം റെസ്പോണ്ട് ചെയ്യുക, നല്ല റെഫറൻസും എല്ലാം വായിച്ച ഒരു കമ്പനി നോക്കിയാണ് ഞങ്ങൾ അവസാനം എയിമിംഗ് അഡ്വഞ്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നായിരുന്നു? നമ്മള് ഫെബ്രുവരി അല്ലേ? ഞങ്ങൾ ഇവന്തോ നമ്മൾ കുറെ നാൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചെങ്കിലും നമ്മളിത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കുറെ ലാസ്റ്റ് മിനിറ്റ് ഫെബ്രുവരി ആയപ്പോഴാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. സോ പ്രിപ്പയർഡ് അബൌട്ട് ദിസ്. ഞാൻ പിന്നെ നമ്മുടെ പ്രിപ്പറേഷൻസിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം. ഞാൻ ജാനുവരിയിലാണ് ശരിക്കും ഇതിനു വേണ്ടിയുള്ള ജിമ്മിൽ സബ്സ്ക്രൈബ് ചെയ്ത്, അതായത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്റെ ഫിറ്റ്നസ് കണ്ടീഷൻ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്നും അറിയാനും നോക്കാനും വേണ്ടി ചെയ്തത്. അങ്ങനെ മിനിമം ആഴ്ചയില് 3 ദിവസം പോകുമായിരുന്നു. അപ്പം സ്റ്റെപ്പ് കയറുന്നതും ഓടുന്നതും ആമിന്റെ ഫിറ്റ്നസ്, ആം മസിൽസ്, പ്രത്യേകിച്ച് ലെഗ് മസിൽസ് ആൻഡ് ബാക്ക് മസിൽസ്, എന്നുവെച്ചാൽ ബാക്ക് പാക്കും പിടിച്ചോണ്ട് വേണമല്ലോ പോകാൻ. അപ്പൊ ഒരു വെയിറ്റ് ലോഡ് ആയിട്ടാണ് നമ്മൾ മല കയറുന്നത്. സോ അതിനുള്ള ട്രെയിനിങ്സ് സ്റ്റാർട്ട് ചെയ്തു, പലരുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞ ഒരു ധൈര്യം വരാൻ തുടങ്ങിയത് ജിമ്മിൽ പോകാൻ തുടങ്ങിയ പിന്നെയാണ്. ഓക്കെ, ഐ തിങ്ക് ഐ ക്യാൻ ഡു ദിസ്. എന്റെ ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ജിമ്മിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തെങ്കിലും ഇതിനു വേണ്ടി മാസത്തിൽ 2 പ്രാവശ്യം ജിമ്മിൽ പോയെങ്കിലായി. അങ്ങനെയായിരുന്നു എന്റെ സ്റ്റാറ്റസ്. ഞാനധികം വർക്ക്ഔട്ട് ചെയ്യല, ഞാൻ ഫിസിക്കലി പ്രിപ്പയർഡ് അല്ലായിരുന്നു. ആരെന്ന് പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് 5 മൈൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സ്ട്രേറ്റ് നടക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ ആണ് ഞാൻ മാനസികമായിട്ട് പ്രിപ്പയർ. അത് മെന്റലി ഞാൻ ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു, പക്ഷെ ഫിസിക്കലി ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ അവിടുത്തെ ഫുഡിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും ഒക്കെ കൂടുതൽ ചിന്തിച്ച് അങ്ങനെയായിരുന്നു വരുന്നത്, പക്ഷെ ഒട്ടും ഫിസിക്കലി പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പം അത് അഡ്വൈസബിൾ ആണോ അല്ലയോ അത് ഞങ്ങൾ അടുത്ത സെക്ഷനിൽ പറയും. പിന്നെ സ്പിരിച്വലി ഞങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇതിനായിട്ട് മാത്രം ഒരു കൊന്ത ഡെയിലി സമർപ്പിക്കാൻ തുടങ്ങി. പിന്നെ അതായത് ഇതിനകത്ത് മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും പ്രധാനം. പിന്നെ മെഡിക്കൽ ചെക്കപ്പ് ഞങ്ങൾ രണ്ടുപേരും ചെയ്തു. ആവശ്യമുള്ള വാക്സിനേഷൻ ഒക്കെ ഉണ്ടോന്ന് നോക്കി, ഇല്ലാത്തത് ഞങ്ങള് റിഫ്രഷ് ചെയ്തു. അതെ, അങ്ങനെ അതിനുള്ള ബൂസ്റ്റപ്പ് ഒക്കെ എടുത്തു. വൈറ്റമിൻ B12 ഇമ്പോർട്ടന്റ് ആയിരുന്നു. സോ ഞങ്ങള് ചേച്ചി ബൂസ്റ്റർ ഇതെടുത്തായിരുന്നു, ഞാൻ പിൽസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വൈറ്റമിൻ B12ന്റെ ബൂസ്റ്റർ എനിക്ക് കിട്ടി. ഹെപ്പറ്റൈറ്റിസ് A, B എനിക്ക് റിഫ്രഷ് ചെയ്യണമായിരുന്നു, വാക്സിനേഷൻ. ഇപ്പൊ ഡോക്ടർ തന്നെ ചോദിച്ചു, are you sure you're going to do this? എന്താന്ന് വെച്ചാല് she just knows heavy sports people-നെ അറിയാവുള്ളൂ ഇതൊക്കെ ചെയ്തത്. ബട്ട് നീ മറാത്തോൺ പോലും ഓടുന്നവളല്ലല്ലോ. സോ are you sure you're going to do this? I was like, yes, I'm mentally prepared. I'm mindset training ഒക്കെ ചെയ്ത് I'm getting ready for myself. പിന്നെ ജിമ്മിൽ പോകുന്നുണ്ട്. Do you have a personal trainer? I said no, but I have watched videos. So ഞാൻ അതനുസരിച്ച് ഞാൻ ഇതിനെ കുറിച്ച് വായിച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ എന്നെ ജിമ്മില് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പിന്നെ അല്ലെ, നമ്മള് മെന്റലി, ഫിസിക്കലി, മെഡിക്കലി എല്ലാ രീതിയിലും സ്പിരിച്വലി പ്രിപ്പയർഡ് ആയിട്ടാണ് നമ്മള് ഇതിന് പിന്നെ നല്ല പ്രിപ്പറേഷൻ വേണം. മെന്റൽ പ്രിപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആദ്യം ആൾക്കാർ ചോദിക്കുമ്പോ are you sure you want to go എന്ന് ചോദിക്കുമ്പം അത്ര ഷുവർ അല്ലായിരുന്നു. ബട്ട് ഇതിനെ കുറിച്ച് ചിന്തിക്കും തോറും it was like no, it's time to step out of the comfort zone. അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, ജീവിതത്തിന്റെ ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു റെഡിനെസ് ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളി പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. എന്നുവെച്ചാൽ ഫാമിലിയിൽ ഒത്തിരി പേർക്ക് ഭയമായിരുന്നു. എന്നുവെച്ചാൽ അറിയാൻ മേലാത്ത രാജ്യം, ക്ലൈമറ്റ്, മൗണ്ടൻ കയറുന്നു, ഓക്സിജൻ ലെവൽ കുറയുന്നു, അങ്ങനത്തെയൊക്കെ
പിന്നെ നമ്മൾ ഒത്തിരി എന്നാ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ന്യൂസ് കേൾക്കൂല്ലോ. അതെ, ഒത്തിരി അവലഞ്ചസും ബാക്കി സോ വി വർ അവെയർ ഓഫ് ദാറ്റ്. എന്നാൽ പോലും അതെ, എർത്ത് ഒക്കെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെതർ മൗണ്ടൻ വെതർ ഞങ്ങളുടെ ഗൈഡ് എല്ലാ ദിവസവും ഞങ്ങളോട് പറഞ്ഞിരുന്നതാണ്, mountain weather we never know about the mountain weather. Yeah, even Google does not know about the mountain weather. It's unpredictable. Yeah, അങ്ങനെ ഞങ്ങൾ ഇത് ചെയ്തു. അപ്പൊ ഫെബ്രുവരി ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഏപ്രിൽ 3 ഞങ്ങൾ രണ്ടുപേരും കാഠ്മണ്ഡുവില് ഞങ്ങൾ എത്തി. ഞങ്ങളെ നല്ല സന്തോഷപൂർവ്വം തന്നെ ഗൈഡ് ഞങ്ങളെ റിസീവ് ചെയ്തു, പൂമാലയൊക്കെ ഇട്ട്. ഗൈഡിന്റെ പേര് റോമൻ കൊയ്റോള അല്ലേ? അതെ, കൊറേള. നമ്മുടെ മനീഷ കൊറേള പറയുന്ന പോലെ റോമൻ കൊറേള. Really the best guide. സത്യമായിട്ടും വെരി സിൻസിയർ. അതായത് ഗൈഡ് ഔട്ട് ഓഫ് പാഷൻ. എല്ലാ രീതിയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഫൺ ലവിങ്, really fun loving and experienced guide. 33 years only. But ചാടി നിൽക്കുന്ന ഒരു വ്യക്തി. അത് തന്നെ ഞങ്ങൾക്ക് ഒരു സ്ട്രെങ്ത് ആയിരുന്നു. വലിയ പൊക്കമൊന്നും ഇല്ല ആൾക്ക്, പക്ഷേ എനർജറ്റിക്. സോ നമ്മൾക്ക് അത് ഫീൽ ചെയ്യും. സോ ഹി ഈസ് ഡൂയിങ് ഹിസ് ജോബ് ഔട്ട് ഓഫ് പാഷൻ.